ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ, വിളിക്കത്ത് പോലുമില്ല. ആർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. കൊല്ലം തുളസി എന്ന നടനെ പ്രേക്ഷകർക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നിരവധി സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വില്ലൻ റോളുകളിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊല്ലം തുളസി ഇടം പിടിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് വൈറലായിരിക്കുന്നത്. നടനായ കൊല്ലം തുളസി അടുത്തിടെ പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന പ്രസംഗമാണ് വൈറലായിരിക്കുന്നത്. ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയ ശേഷം 6 മാസം കാലയളവോളം കൊല്ലം തുളസി ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു. മകൾ പോലും തുളസിയോട് ഇപ്പോൾ മിണ്ടാറില്ല. ക്യാൻസർ ബാധിച്ച ശേഷമാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്ന് കൊല്ലം തുളസി പറഞ്ഞത്. ഭാര്യ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് മകൾ പോലും തന്നെ ഉപേക്ഷിച്ചതെന്ന് സിനിമ ദിക്കൂവിൽ നൽകിയ അഭിമുഖത്തിൽ കൊല്ലം തുളസി പറയുന്നു. എൻ്റെ ജീവിതത്തിലെല്ലാം ആകസ്മികമായിട്ടാണ് സംഭവിക്കാറുള്ളത്. പത്തനാപുരം ഗാന്ധി ഭവനിൽ അങ്ങനെ ഒരു ആകസ്മിക യാത്രയായിരുന്നു സംഭവിച്ചത്. നടി ലാലിയ അമ്മയ്ക്കൊപ്പം ഗാന്ധി ഭവനിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചത്. എനിക്കുള്ള വിഷമം എൻ്റെ മകളെ പോലും എന്നിൽ നിന്ന് അകറ്റി എന്നതാണ്. അടുത്തു പറയാനാകാത്ത ഒരു കുറ്റവും എന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കലാകാരൻ സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരം മൂല്യങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിക്കാറുണ്ട്. മാത്രവുമല്ല, എൻ്റെ അച്ഛൻ ഒരു അധ്യാപകൻ കൂടിയാണ്. മരിക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ്. 13 വർഷം മുമ്പ് എനിക്ക് ക്യാൻസർ വന്നതാണ്. പക്ഷേ ഒരു പോസിറ്റീവ് മൈൻഡിലൂടെയാണ് ഞാൻ എന്നും ജീവിക്കുന്നത്. ക്യാൻസർ വന്ന ശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ പാപ്പരായി. അന്ന് മകൾ ബാംഗ്ലൂരിൽ ജോലിയിലാണ്. ക്യാൻസർ ബാധിച്ച് ഞാൻ ചികിത്സയിലായിരുന്ന സമയത്താണ് ഭാര്യ എന്നോട് പറയാതെ ഇറങ്ങിപ്പോയത്. ജോലിക്കാരിയോട് മാത്രമാണ് പോകുകയാണെന്ന് പറഞ്ഞുള്ളൂ. ചാവാൻ കിടക്കുന്ന അങ്ങേരെ ഞാൻ എന്തിനാണ് കാണണം എന്നാണ് ജോലിക്കാരി ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി. മാനസികമായി ഐക്യം ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ കല്യാണമായിരുന്നു അവരുടെ രണ്ടാമത്തെ വിവാഹം. ആദ്യ ദാമ്പത്യത്തിൽ അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിനു മുമ്പ് മക്കളുടെ വിവാഹം ഞാൻ നടത്തിയിരുന്നു. ഞാൻ ആഭാസനാണ്, കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ ആ സ്ത്രീ എൻ്റെ മകളോട് പറഞ്ഞു. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മകൾ വിശ്വസിക്കും. 10 മാസം ചുമന്ന് പ്രസവിച്ച കണക്കുണ്ടല്ലോ. ആ 10 മാസത്തിന് ശേഷം ബാക്കി എപ്പോഴും ചുമക്കുന്നത് അച്ഛന്മാരാണ്. പക്ഷേ ആ അച്ഛന്മാർക്ക് ഇങ്ങോട്ട് പരിഗണനയില്ല. മകൾ പോലും ഓർക്കാറില്ല. ഞാൻ വിളിച്ചാൽ മോൾ ഫോൺ എടുക്കാറില്ല. ഓമനിച്ച് നെഞ്ചിലിട്ട് വളർത്തിയ മോളാണ് ഞാൻ. ആ പേജിൽ വലിച്ചു കീറി. ഓമനിച്ച് നെഞ്ചിലിട്ട് വളർത്തിയ മോളാണ് ഞാൻ. ആ പേജ് വലിച്ചു കീറി. അതുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടമില്ല. 2ാം കെട്ടുകാരിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യരുതെന്ന് ഞാൻ പറയാറ്. കാരണം എൻ്റെ അനുഭവം അതാണ്. അനാഥത്വം ഫീൽ ചെയ്യുമ്പോഴാണ് ഗാന്ധി ഭവനിലേക്ക് പോകുന്നത്. പിന്നെ ക്യാൻസർ വന്ന ശേഷം എന്നെ ആരും സിനിമയിലേക്ക് വിളിക്കാറുമില്ല. ഷൂട്ടിനിടയിൽ ഞാൻ മരിച്ചതുപോലെയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. 6 മാസത്തോളം ഗാന്ധി ഭവനിൽ താമസിച്ചു. എന്നെ നോക്കാൻ എപ്പോഴും ഒരു കുട്ടിയുണ്ട്. എൻ്റെ ദത്തുപുത്രിയാണ്. അനാഥ കുട്ടിയാണ്. 7 വർഷമായി അത് എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞാൻ മരിച്ചാൽ അവർക്ക് വേണ്ടിയുള്ള ഞാൻ കരുതിയിട്ടുണ്ട്. ഇത്രയും സംസാരിക്കുകയാണെങ്കിലും കൊല്ലം തുളസിയുടെ മുഖത്ത് സങ്കടഭാവം ഉണ്ടായിരുന്നു. ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒരുപാട് വേദനകൾ അദ്ദേഹം ഇതിനോടകം സഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാവുകയും ചെയ്തു. എപ്പോഴും ആക്റ്റീവായിട്ടാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നത്. ഇത് ഇത്രയും പറയുമ്പോഴും അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.